സിജിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ബൊക്കയ്ക്ക് ഹാരത്തിനുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച അത് ഒരു വ്ളോഗായിട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. എനിക്ക് ട്രൈപോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എൻ്റെ കൈ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടുന്ന ആ ഫ്ലവറും ലീഫും ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടന് ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ എളുപ്പമാവില്ല. അപ്പോൾ അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള ഫ്ലവറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. റെഡും വൈറ്റും ബ്ലൂവും ഗോൾഡും ഇതൊക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യാനുള്ള ലീഫും എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത് ഈ ലീഫ് ഒരു കമ്പിയുണ്ട്, അപ്പോൾ അതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. അതാണ് ഇതിൽ കുറച്ച് പാടായിട്ടുള്ള കാര്യം. അപ്പോൾ ലീഫ് ഏകദേശം 60ഓളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിക്കിൽ കോർത്ത് വെച്ചിട്ട് ഗ്ലൂ കണ്ടിട്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതാണ് ഇതിലെ പണി. അപ്പോൾ അത് ചെയ്ത് വെച്ച് ചേട്ടൻ വന്ന് പെട്ടെന്ന് ചെയ്തോളും. അപ്പം ഞാനാണെങ്കിൽ ഫ്ലവർ ആയാലും ലീഫായാലും അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒന്ന് അതിൽ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ആ ലീഫ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി പെട്ടെന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് പെട്ടെന്നായിക്കും. അപ്പോൾ എല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ഇതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് സെറ്റ് ചെയ്യുക. കാരണം ഇത് നമ്മൾ ബൊക്ക ഹോൾഡറിൽ വെക്കുമ്പോൾ ഇത് ചിലപ്പം അഴിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പോവാതിരിക്കാനാണ് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗ്ലൂ ഗണ്ണ് ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ എത്തി. അപ്പോൾ ചേട്ടൻ ബൊക്ക ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചേട്ടൻ ബൊക്ക ഉണ്ടാക്കിയാണ്. ഇതാണ് ബൊക്ക ഹോൾഡർ. അപ്പോൾ അതിലാണ് ആ ലീഫൊക്കെ വെച്ച് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പണി നടക്കുകയാണ്. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ചേട്ടന് എളുപ്പമായിരിക്കും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല എടുക്കുന്നത്. കാരണം ചേട്ടന് സമയം കിട്ടുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ബൊക്ക ചെയ്ത് വയ്ക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബൊക്ക ചെയ്യുന്നത്. അപ്പോൾ ഒരു മാരേജിനുള്ള 2 ബൊക്കെ 2 ഹാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചേട്ടൻ ബൊക്ക ഹോൾഡറിൽ വെച്ചിട്ട് അത് ഗ്ലൂ ഗണ്ണിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം അത് ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ബൊക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ചേട്ടൻ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്ത് തീർക്കും. സെറ്റ് ചെയ്തെടുക്കണ പാട് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ ആദ്യം ഒന്ന് ആ ലീഫൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലവർ സെറ്റ് ചെയ്യുകയാണ്. ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണ് ഇത് ചെയ്യണത്. ഡ്രസ്സ് പോലും മാറ്റാൻ സമയമില്ല ആൾക്ക്. കാരണം മാരേജിന് കൊടുക്കണം. മാരേജിൻ്റെ തലേ ദിവസമാണ് ഇതിരുന്ന് ചെയ്യുന്നത്. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ബൊക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചേട്ടൻ 2 ബൊക്കയും ചെയ്തെടുത്തു. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്ന് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇപ്പോൾ എൻ്റെ ഫോണിൽ ക്യാമറ ക്വാളിറ്റി അത്ര ഇതല്ല, അതുകൊണ്ടാണ് അത്ര നന്നായിട്ട് അറിയാൻ പറ്റാത്തത്. ഫൈനൽ പിക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, കാണാൻ നല്ല ഭംഗിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫോട്ടോ കണ്ട് അതുപോലത്തെ ബൊക്ക മതിയെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലാണ് ഒന്ന് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബൊക്കയല്ല 2 ബൊക്കയും സെറ്റാക്കി. ഇനി ചേട്ടൻ ഹാരത്തിൻ്റെ പണിയിലോട്ട് കടന്നു. അപ്പോൾ നമ്മൾ മുടി പിന്നുന്നത് പോലെയാണ് ഹാരം ചെയ്തെടുക്കുന്നത്. അപ്പോൾ പല രീതിയിലുണ്ട്. അവർക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ
പിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ടാസ്ക് പിടിച്ച പണിയാണ്. എന്ന് വെച്ചാൽ ലോങ് ആണ്, കൂടുതലുണ്ട്. അപ്പോൾ അത് പിന്നി വരിക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചേട്ടൻ സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ 2 നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക, ഹാരം ഡെക്കറേറ്റ് ചെയ്യുക. അതോടെ നമ്മുടെ പണിയെല്ലാം കംപ്ലീറ്റ് ആവും. അങ്ങനെ ചേട്ടൻ ഹാരം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവർ റെഡും വൈറ്റും, ഹാരം എന്ന് പറയുന്നത് റെഡും വൈറ്റും തീമാണ് പറഞ്ഞത്. അപ്പോൾ അതായിട്ട് മാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഗ്ലൂ ഗണ്ണ് വെച്ച് ചേട്ടൻ ഒട്ടിക്കുകയാണ്. പിന്നെ ഇതിനിടയിൽ കുറച്ച് സ്റ്റോണും കൂടെ ഒട്ടിക്കുന്നുണ്ട്. അതും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാരം ഇത് ഫുള്ളായിട്ട് ഇതായി വരും, സെറ്റായി വരും. അപ്പോൾ ഹാരത്തിനുള്ള ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വർക്ക് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ വർക്ക് കിട്ടാറുണ്ട്, ഞാൻ വീഡിയോ എടുക്കാനൊന്നും മുതിരാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു വാച്ച് അവേഴ്സ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഇതൊരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഹാരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹാരം ആ ഒരു ഇത് ചെയ്തെടുക്കുന്ന പാടേ ഉള്ളൂ, ആ ഒന്ന് മെടഞ്ഞെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ ഹാരത്തിന്. ബാക്കിയെല്ലാം പെട്ടെന്ന് റെഡിയാവും. ഹാരം ഞാൻ ചെയ്യാറുണ്ട്, മെടങ്ങി തന്നാൽ ഞാൻ ചെയ്യാറുണ്ട്, ഈസിയാണ്. പക്ഷെ ബൊക്കെ എനിക്ക് അറിയത്തില്ല, ഇനി പഠിച്ചു വരണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം ഗൈസ്, ബൈ.